ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശം. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞ് പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. കാറിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് കുടുങ്ങിയ ഒരാളെ പിന്നീട് രക്ഷപ്പെടുത്തി. കഴുപ്പില്ലങ്ങാട് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു കുടുങ്ങിയ ഒരാളെയും രക്ഷപ്പെടുത്തി. മൂലമറ്റത്ത് തോടുകൾ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. മണപ്പാട്ടി, ചപ്പാത്ത് കവിഞ്ഞൊഴുകി. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലാണ് കനത്ത മഴ. ഈരാറ്റുപേട്ട, എരുമേലി, തീക്കോയി മേഖലകളിൽ മഴ നാശം വിതച്ചു. ഇടുക്കിയിൽ ജില്ലാ കളക്ടർ രാത്രി യാത്ര നിരോധിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലാണ്. രാവിലെ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. രാഹുൽ, മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ടോ? ചിലർ യൂട്യൂബിൽ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ലഘു മേഘവിസ്ഫോടനമാണ് നടന്നത് കൊച്ചിയിലേതുപോലെ എന്ന്. അത്രയും കനത്ത മഴയായിരുന്നു അവിടെ പെയ്തത്. ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറക്കേണ്ടി വന്നിട്ടുണ്ടോ രാത്രിയിൽ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ രാഹുൽ? മഴയുടെ ബാക്കി ഭാഗമായിട്ടാണ് ഈ കാണുന്ന പോലെ വെള്ളം കുത്തി ഒലിച്ച് ഒഴുകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൂലമറ്റം താഴ്വാരം കോളനി ഭാഗത്താണ്. ആ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മഴ ഒരല്പം ശമിച്ചതുകൊണ്ട് ഇനി കൂടുതൽ വെള്ളം ഒഴുകി എത്താനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെയുള്ള ആളുകളും പറയുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ കൊല്ലവും അതിന് മുമ്പത്തെ വർഷങ്ങളിലും ഒരു മഴ പെയ്യുമ്പോൾ തന്നെ സമാനമായ രീതിയിലുള്ള പ്രശ്നം ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് പലതവണ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും അതൊന്നും നടപടിയുണ്ടായില്ല എന്നുള്ളൊരു വലിയ പരാതി കൂടി ഇവർക്കുണ്ട്. എന്തായാലും പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് ശരിക്കും എന്താ മെമ്പറെ ഇവിടെ സംഭവിച്ചത്? 2:15 ചെറിയ രീതിയിൽ മഴ തുടങ്ങി. അതിനുശേഷം ഒരു 4 മണിക്ക് ശേഷമാണ് ശക്തമായ മഴ ആരംഭിച്ചത്. അത് മേഘവിസ്ഫോടനമാണെന്ന് തോന്നുന്നു. അത്രമേൽ ശക്തമായിരുന്നു. 2018 പ്രളയവും 21 കാലഘട്ടത്തിലുണ്ടായ പ്രളയത്തിന് സമാനമായി അതിനേക്കാളും വലിയ തോതിലായിരുന്നു മഴ പെയ്തുകൊണ്ടിരുന്നത്. ആരെങ്കിലും ഇവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ഇവർ തയ്യാറാണെങ്കിൽ ഇപ്പോൾ ഈ കളരിക്കൽ രമേശ് ഉൾപ്പെടെയുള്ളവരെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റണം. രാത്രിയിലത്തെ അവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അശാസ്ത്രീയമായി അവിടെ തോടിൻ്റെ സൈഡ് കെട്ടിയത് കൊണ്ട് ഒത്തിരിയേറെ ദുരിതങ്ങളുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയതാണ്. അതിന് പരിഹാരമായി തോടിൻ്റെ 2 കരകളും കെട്ടി. പക്ഷേ കോൺട്രാക്ടർമാർ ചെയ്ത ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണെടുത്ത് കളയാതെ ആ മണ്ണ് നിരത്തിയിട്ടു. അപ്പോൾ തോടിൻ്റെ ആഴം കുറഞ്ഞു. എന്തായാലും ഇതുപോലെ നിരവധി പരാതികൾ പറയാൻ ഈ നാട്ടുകാർക്കുമുണ്ട്. എന്തായാലും മഴ ശക്തമായി പെയ്താൽ വലിയ തരത്തിലുള്ള ആശങ്ക ഈ പ്രദേശത്തുള്ള ആളുകൾക്കുണ്ട്. മാത്രമല്ല ഇന്ന് തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കരിപ്പിലങ്ങാട് ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ഒരു സ്ത്രീ കുടുങ്ങിയിരുന്നു. അവരെ പുറത്തെടുക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ രാത്രിയാത്ര ഉൾപ്പെടെ ഇടുക്കിയിൽ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. കനത്ത മഴ മുന്നറിയിപ്പ് കൂടിയുള്ള സാഹചര്യത്തിൽ എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും വേണം എന്നുള്ളൊരു കാര്യമാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മൂലമറ്റം താഴ്വാരം കോളനിയിൽ നിന്നും അനന്തുവിനൊപ്പം രാഹുൽ വിജയൻ, 24. ഇടുക്കിയിൽ ജില്ലാ കളക്ടർ രാത്രി യാത്ര നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും ഇന്ന് കനത്ത മഴ പെയ്തിട്ടുണ്ട്. പലയിടത്തും മഴ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.